കുക്കിംഗ് സ്റ്റുഡിയോ. ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാവേ. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 200 ml 2 ഗ്ലാസ്സിലെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഒരു 300 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുഞ്ഞു ജീരകം വേണം, അതുപോലെ തന്നെ ഏലക്ക വേണം. പിന്നെ ബേക്കിംഗ് പൗഡർ ഒരു പിഞ്ചോളം നമുക്ക് വേണം. ഈസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ, അത്രയാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഴം വേണം കേട്ടോ. എനിക്ക് റോബസ്റ്റ് പഴമാണ് കിട്ടിയേക്കുന്നത്, ചെറുപഴമാണ് നല്ലത്. പിന്നെ ഉപ്പ് അത്യാവശ്യത്തിനും. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കരപ്പാനി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ശർക്കര ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. നമുക്കിനി ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് ഒന്ന് അടുപ്പത്ത് വെക്കാം കേട്ടോ. ശർക്കരപ്പാനി ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാവേ. ശർക്കരപ്പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഞാൻ അരിയുടെ അളവ് നേരത്തെ പറഞ്ഞില്ലായിരുന്നല്ലോ, ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. 2 ഗ്ലാസ് അരിക്ക് ഒരു വലിയൊരു ശർക്കര, ഇവിടെ കിട്ടുന്ന നമുക്ക് ബോൾ പോലെയാണ് ശർക്കര കിട്ടുന്നത്. ഈ ഒരു വലുപ്പമുണ്ടോ, കൈയുടെ ഒരു വലുപ്പത്തിലാണ് കിട്ടുന്നത്. അതൊരു മൊത്തത്തിലാണ് ഞാൻ പൊട്ടിച്ചിട്ടേക്കുന്നത്. നമുക്കതിന് അടുപ്പത്തേക്ക് വെക്കാം. ശർക്കരപ്പാനി ആവുന്ന സമയം കൊണ്ട് നമുക്ക് പഴവും ബാക്കി സാധനങ്ങളൊക്കെ അരച്ചെടുക്കാം. പഴം ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് റോബസ്റ്റ പഴമാണേ. അപ്പോൾ നമുക്ക് 2 ഗ്ലാസ് അരിക്ക് ഒരു വലിയ പഴം, അപ്പോൾ നമുക്ക് ഒരു പഴം മതി. സാധാരണ റോബസ്റ്റ പഴമല്ല, ചെറുപഴമാണ് വേണ്ടത്. ചെറുപഴം ഇവിടെ കിട്ടാത്തത് കൊണ്ട് ഞാൻ റോബസ്റ്റ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു പഴം മിക്സിയിലേക്ക് ഇടാം. ആദ്യം ഈ പഴം അരച്ചെടുക്കണം. മാവിൻ്റെ കൂടെ പഴം ഇട്ട് അരച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പൊടിയാതെ കിടക്കും, അരയാതെ കിടക്കും. അപ്പോൾ അരയാതെ കിടന്നു കഴിയുമ്പം നമുക്ക് ലംസായിട്ട് ഇങ്ങനെ കിടക്കും അത്. അതുകൊണ്ടാണ് അപ്പോൾ ആദ്യം നമുക്ക് പഴം അരച്ചെടുക്കാം. ഓക്കെ, ഒരു പഴം ഇട്ടിട്ടുള്ളേ അരച്ചെടുക്കാം. പഴം അരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജീരകവും ഏലക്കായും ഇട്ട് കൊടുക്കാം. ജീരകം ഞാൻ എടുത്തേക്കുന്നത് 1 ടേബിൾ സ്പൂണും ഏലക്ക എടുത്തേക്കുന്നത് 1/2 ടേബിൾ സ്പൂണുമാണ്. ഓക്കെ, കൂടെ തന്നെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ എന്താ പറയുക, ശർക്കരപ്പാനിയാണ്. ശർക്കരപ്പാനി നമുക്ക് സെറ്റായിട്ട് ലംസൊക്കെ കളഞ്ഞ് എടുത്ത് വെക്കാം. ഓക്കെ, ശർക്കരപ്പാനി നമുക്കിനി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാവേ, തണുക്കട്ടെ. അത് നമ്മൾ പഴവും ജീരകവും ഏലക്കയും കൂടെ അരച്ചിട്ട് മിക്സിയിലുണ്ട്, അതായത് തന്നെ അടക്കണം. നമുക്ക് അതിൽ തന്നെ അരിയും ശർക്കരയൊക്കെ ഇട്ട് ഒന്നും കൂടെ അരച്ചെടുക്കണമല്ലോ. അപ്പോൾ അത് നമുക്ക് അരി കഴുകിയെടുത്തിട്ടില്ല. പിന്നെ അതുപോലെ ശർക്കരയുടെ ആ ഒരു പാനിയുടെ ചൂട് അളവ് മാറണ്ടേ, അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വേണം. തേങ്ങാക്കൊത്ത് നമുക്ക് നമ്മുടെ പച്ച തേങ്ങാക്കൊത്തില്ലേ, വീട്ടിൽ പച്ചയായിട്ടുള്ളതുണ്ടെങ്കിലും ഓക്കെ, നമുക്കിവിടെ കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് ഇത് അരിഞ്ഞ തേങ്ങ ഫ്രോസൺ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു 1/2 മുറി തേങ്ങാക്കൊത്താണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് എടുക്കണേ. നമുക്കെടുക്കാതെ ഈ മാവ് ഞാൻ ശർക്കരയും അരിയും കൂടി ഇട്ട് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. പഴം എല്ലാം കൂടി ഉള്ളതാണിത്. ഇത് അരച്ചത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാവേ. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ഒഴിക്കുമ്പോൾ നമുക്ക് കാണാമല്ലോ, ഈ ഒരു കൺസിസ്റ്റൻസി വേണം. എന്നുവെച്ചാൽ നമ്മുടെ ദോശയുടെയും ഇഡലിയുടെയും ഒക്കെ പാകത്തിനുള്ളത്. ഓക്കെ, ഫസ്റ്റ് ട്രിപ്പല്ലേ നമ്മൾ നേരത്തെ അരച്ച് വെച്ചേ, ഇത് സെക്കൻഡ് ട്രിപ്പാണ് ഇത്. അപ്പം അതിലോട്ട് നമുക്ക് വേറൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യണം. പലർക്കും അറിയായിരിക്കും, ഇതറിയാത്തവർക്കുള്ളതാണ്. നമുക്ക് ഒരു 2 തവി മൈദയിലേക്ക് ഇടണം. കുറച്ച് സ്മൂത്തായി കിട്ടും. അപ്പം ഇതേപോലെ 2 തവി നമുക്ക് ആ ബാറ്ററിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതറിയുമ്പം ഒന്നിച്ചങ്ങ് അരഞ്ഞു വന്നോളൂ. ഓക്കെ, വെള്ളം കുറവാണെങ്കിൽ പാകത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. 2 തവി മതി കേട്ടോ. അപ്പോൾ ആ മൈദയും കൂടെ കൂട്ടി അരച്ച മാവ് നമുക്ക് നമ്മുടെ പഴയ ബാറ്ററിലോട്ട് മിക്സ് ചെയ്യാം. ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. മാവിലോട്ട് നമുക്ക് പാകത്തിന് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, അതും കൂടെ കുഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. തേങ്ങ വറുക്കാനായിട്ട് ഇത് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ വറുക്കുന്നത് നമ്മുടെ ബ്രിട്ടാനിയയുടെ കൗഗി സാധാ നെയ്യിലാണേ. നമുക്ക് വറുത്തുകൊണ്ട് വരാം. തേങ്ങ വറുക്കാനായിട്ട് നമുക്ക് ഒരു കുഞ്ഞു പാൻ അടുപ്പത്ത് വെച്ച് അതിലൊരു 3 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ തേങ്ങയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ മൂക്കാതായി കഴിഞ്ഞാൽ ഉണ്ണിയപ്പം പെട്ടെന്ന് കേടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേക്ക് ഷുവർ ചെയ്യുക തേങ്ങ കൊത്തി അരിഞ്ഞത് ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നവരെങ്കിലും വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് വഴറ്റി നമുക്ക് കാണിച്ചു തരാം എങ്ങനെ ഏകദേശം പാകം എങ്ങനെയാണെന്ന്.
ഇത് ഈ പാകമാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. തേങ്ങ വറുത്ത് പോലെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി മാവിലോട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ശകല ഈസ്റ്റ് വേണം. ഒരു 1/4 ടീസ്പൂൺ അത്ര ഇടുന്നുള്ളൂ. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അപ്പക്കാരം. പിന്നെ ഒരു അലങ്കാരത്തിന് കുറച്ച് കറുത്ത എള്ള് ഇടാം നമുക്ക്. ഞാനൊരു 2 ടീസ്പൂണാണ് ഇട്ടേക്കുന്നത്. ടീസ്പൂൺ എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാവുന്നുണ്ട്. ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ബാറ്റർ നമുക്ക് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ, 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് ചൂടാൻ തുടങ്ങാം. നമുക്കിനി ഉണ്ണിയപ്പം ചൂടാനെടുക്കാം. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ എടുക്കാം. നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ബാറ്റർ നന്നായിട്ട് ഒന്നുകൂടെ എടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത് മേക്ക് ഷുവർ ചെയ്യുക ഉപ്പും മധുരമൊക്കെ പാകത്തിനുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യുക. ഇനി നമുക്ക് ചൂടായ പാത്രത്തിലോട്ട് ഉണ്ണിയപ്പ ചട്ടിയിലോട്ട് നമുക്ക് ബാറ്റർ ഓരോ കുഴിയിലായിട്ട് ഒഴിച്ചൊഴിച്ച് കൊടുക്കാം. എണ്ണയുടെ കാര്യത്തിൽ, ഹീറ്റിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് ചൂടായി പോകരുത്. ഉണ്ണിയപ്പത്തിൻ്റെ ഉള്ളു വല്ലാതെ വെന്തു പോവും, വല്ലാതെ കരിഞ്ഞു പോവും. പുറം ഭാഗം ഉള്ളു വേവാതെ പുറം ഭാഗം കരിഞ്ഞു പോവും. സോ അതുകൊണ്ട് നന്നായിട്ട് ചെക്ക് ചെയ്യണം എണ്ണയുടെ ഒരു ടെമ്പറേച്ചർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹീറ്റായി കഴിഞ്ഞാലേ കരിഞ്ഞും പോവും, ഉള്ളു വേവത്തുമില്ല. അപ്പം ഉണ്ണിയപ്പം ചീറ്റിപ്പോവും. അപ്പം ആയ ഉണ്ണിയപ്പം ഒരു സൈഡ് കഴിയുമ്പം നന്നായിട്ട് മറിച്ചിടുക. മറിച്ചിട്ടതിന് ശേഷം ഇതുപോലൊരു പപ്പടക്കോല് വെച്ച് കുത്തി എടുക്കുക. ഇനിയിപ്പോൾ അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഓരോന്നായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അങ്ങനെ അടുത്ത ട്രിപ്പ് നമുക്കിങ്ങനെ ഓരോ ട്രിപ്പ് ഒഴിച്ചൊഴിച്ച് നമ്മുടെ ബാറ്റർ കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ഉണ്ണിയപ്പം അങ്ങനെ ചുട്ടെടുക്കാം നമുക്ക്. ഓക്കെ, അപ്പം നമ്മൾ ഏകദേശം ഫുൾ ഉണ്ണിയപ്പവും ചുട്ട് കഴിഞ്ഞു. ഇത്രയും നമുക്ക് ഉണ്ണിയപ്പം ഉണ്ട് കേട്ടോ. ഹായ് ഗായ്സ്, നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാ ഉണ്ണിയപ്പവും ചുട്ടെടുത്തു. ഇത്രയും ഉണ്ണിയപ്പം ഉണ്ട് കേട്ടോ, കുറച്ചുണ്ട്. ഞാൻ ഇത് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. നോക്കിയാൽ ഭയങ്കര സോഫ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. ഇതാണ്ടോ, നല്ല സോഫ്റ്റാണ്, ക്രഞ്ചിയാണ്, ടേസ്റ്റിയാണ് കേട്ടോ. ഇത് നോക്കാം, സൗണ്ട് കേൾക്കുന്നുണ്ടോ? നല്ല ക്രഞ്ചിയാണ്. ആർട്ടിഫിഷ്യലായിട്ട് നമ്മളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാം. ഓക്കെ.